ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെട്രോൾ എൻജിൻ സർവീസ് ലാബിലെ നെക്സ്റ്റ് വർക്കായിട്ടുള്ള ട്രബിൾ ഷൂട്ടിംഗ് ഓഫ് പെട്രോൾ എൻജിൻ. ഒരു പെട്രോൾ എൻജിൻ എങ്ങനെ ട്രബിൾ ഷൂട്ട് ചെയ്യാം, അതൊരു എൻജിൻ അസംബ്ലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വാഹനം പെട്രോൾ എൻജിൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു വാഹനം, അത് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി അല്ലെങ്കിൽ സ്റ്റാർട്ട് ആവുന്നില്ല, എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു പെട്രോൾ എൻജിൻ മാത്രം ഒരു എൻജിൻ അസംബ്ലി വർക്കിംഗ് ആയിട്ടുള്ള ഒരു എൻജിൻ അസംബ്ലി നമുക്ക് തന്നു, അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് അത് സ്റ്റാർട്ട് ആവാതിരിക്കാം അല്ലെങ്കിൽ വർക്ക് ചെയ്യാതിരിക്കാം, അതെങ്ങനെയൊക്കെ പരിഹരിക്കണം, ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പെട്രോൾ എൻജിൻ ഫോൾട്ടായി കഴിഞ്ഞാൽ, കേടുവന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഡയഗ്നോസ് ചെയ്ത് റിപ്പയർ ചെയ്യണം, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഗുഡ് ട്രബിൾ ഷൂട്ടർ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിന് വരാവുന്ന കംപ്ലൈൻറ്റ്സ്, ഇപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യാത്തതാണോ, എൻജിൻ ക്രാങ്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാത്തൊരവസ്ഥയാണോ, അത് തീരെ ക്രാങ്ക് ചെയ്യുന്നില്ല അങ്ങനത്തെ ഇതാണോ, അതല്ല സ്റ്റാർട്ട് ആവുന്നത് പക്ഷെ എന്താണ് മിസ്സിങ് വരികയാണ്, ഇങ്ങനെ പല കണ്ടീഷൻസ് ആവാം. അപ്പം ഏതാണ് കണ്ടീഷൻ എന്ന് മനസ്സിലാക്കി അതിന് എവിടെയാണ് കംപ്ലൈൻറ്റ് വരിക എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് റിപ്പയർ ചെയ്ത് ആ ഫോൾട്ട് ശരിയാക്കുക എന്നുള്ളതാണ് ഒരു നല്ല ട്രബിൾ ഷൂട്ടറെ ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു സിസ്റ്റത്തെക്കുറിച്ച്, ഇപ്പോൾ നമ്മളെ മുന്നിൽ ഒരു വാഹനം കൊണ്ടുവന്നു, ആ ഒരു സിസ്റ്റം ഏത് ടൈപ്പ് പെട്രോൾ എൻജിൻ ആണെന്ന് നമ്മൾ ആ ബോണറ്റ്, ഇപ്പോൾ ഒരു കാറാണെങ്കിൽ നമ്മൾ അതിൻ്റെ ബോണറ്റ് പൊക്കിയിട്ട് നമ്മൾ നോക്കണം ഏത് ടൈപ്പ് പെട്രോൾ എൻജിനാണ്. ഇപ്പോൾ പല വാഹനങ്ങളുണ്ടാവാം, സിംഗിൾ സിലിണ്ടർ എൻജിനാവാം, മൾട്ടി സിലിണ്ടർ എൻജിനാവാം, അതിൽ തന്നെ കാർബറേറ്റർ ടൈപ്പ് ആവാം, അല്ലെങ്കിൽ ഏറ്റവും ന്യൂ മോഡലായിട്ടുള്ള GDI ടെക്നോളജി ആവാം. അപ്പോൾ ഏതാണ് വാഹനം എന്ന് നോക്കിയിട്ട്, അഥവാ അതിൻ്റെ ആ സിസ്റ്റത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്യുക. നമ്മൾ മുന്നേ കണ്ട് പരിചയമുള്ളതാവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാരുതി 800 കാറാണ് നമ്മൾ മുന്നിൽ കൊണ്ടുവന്നത്. നമ്മൾ ആൾറെഡി റിപ്പയർ ചെയ്തൊരു ടെക്നീഷ്യനാണ്. നമ്മൾ നല്ലൊരു ടെക്നീഷ്യൻ ആണെങ്കിൽ, നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടും ആ ഒരു വാഹനത്തിൻ്റെ സിസ്റ്റത്തെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന് എവിടെയൊക്കെയാണ് കംപ്ലൈൻറ്റ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റഡി ദ സിസ്റ്റം. ആ സിസ്റ്റത്തെ കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്യുക, ജസ്റ്റ് മനസ്സിലാക്കുക. സ്റ്റഡി ചെയ്യാൻ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യാൻ നിൽക്കുക എന്നല്ല, ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക, ഏത് ടൈപ്പ് എഞ്ചിനാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് ആസ്ക് ദ ഡ്രൈവറോട് ചോദിക്കുക എന്താണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അതിന് അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. എൻജിൻ സ്റ്റാർട്ട് ആവുന്നുണ്ട്, പക്ഷെ എന്താണ് കുറച്ച് ഓടിക്കുന്ന സമയത്ത് ഐഡ്ലിങ്ങിൽ മിസ്സിങ് വരികയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു കുഴപ്പമില്ല, അപ്പോൾ അതൊരു കംപ്ലൈൻ്റ് ആണ്. ഇതുപോലെ എന്തെങ്കിലും അവർ ഇപ്പോൾ ഒരു ഡ്രൈവർ പറയുന്നു, കംപ്ലൈൻറ്റ്സ് പറയുന്നു, അപ്പോൾ അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നമ്മൾ ആ ഒരു സിസ്റ്റത്തെക്കുറിച്ച് സ്റ്റഡി ചെയ്തു, ഡ്രൈവറോട് ചോദിച്ചു. നെക്സ്റ്റ്, ഇൻസ്പെക്ട് ദ സിസ്റ്റം. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു സിസ്റ്റത്തെ എവിടെയെങ്കിലും പുറമെ കണ്ണുകൊണ്ട് കാണുന്ന രീതിയിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടോ. ഫോർ എക്സാമ്പിൾ തീരെ എൻജിൻ ക്രാങ്ക് ചെയ്യുന്ന തന്നെ ഇല്ല, നമ്മൾ ഇഗ്നീഷൻ സ്വിച്ച് നമ്മൾ കീ തിരിച്ചിട്ടും എന്തില്ല, വണ്ടിക്ക് യാതൊരു സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല,
അപ്പോൾ നമ്മൾ ഒറ്റ ഇതിൽ നമുക്ക് നോക്കാം ബാറ്ററി ലൂസ് കണക്ഷൻ ഉണ്ടോ, ബാറ്ററീൻ്റെ സിഗ്നൽ എന്താണ് ലൈറ്റ് ഇതിൽ ഡാഷ്ബോർഡിൽ കാണിക്കുന്നുണ്ടോ, അതിൽ ലൈറ്റ്സൊക്കെ കത്തുന്നുണ്ടോ, ചാർജ് ബാറ്ററിയിൽ ചാർജ് അവൈലബിൾ ആണോ. അപ്പോൾ അത് ഒറ്റ നോട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അതാണ് ഫസ്റ്റ് ഇൻസ്പെക്ട് ചെയ്യുക. ഇനി റൺ ദി വെഹിക്കിൾ ഇഫ് പോസിബിൾ. നെക്സ്റ്റ്, ഇനി ആ വണ്ടി സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നമൊന്നുമല്ല, വേറെ എന്തെങ്കിലും മിസ്സിങ്ങിൻ്റെ പ്രശ്നമാണ്, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാണ്, അത് ഓടിച്ചു നോക്കി നമ്മൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക എന്താണ് കംപ്ലൈൻറ്റ്. സ്റ്റാർട്ടിങ് പ്രശ്നമൊന്നുമല്ല, വേറെ മറ്റെന്തെങ്കിലും മിസ്സിങ് ആണ്, അല്ലെങ്കിൽ ആക്സലറേറ്റ് ചെയ്യുന്നില്ല, തീരെ പിക്കപ്പ് കിട്ടുന്നില്ല, പുള്ളിങ് കിട്ടുന്നില്ല, മൈലേജ് ഷോർട്ടാണ്, അല്ലെങ്കിൽ തീരെ വലിയില്ല, അല്ലെങ്കിൽ സൗണ്ടുകൾ വരുന്നു, ഇങ്ങനെയൊക്കെ വരുന്നതാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, പോസിബിൾ കോസസ്, കാരണങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്യുക, നമ്മുടെ മനസ്സിലൊന്ന് ലിസ്റ്റ് ചെയ്യുക. ഇന്ന കാരണങ്ങളൊക്കെ കൊണ്ട് ആവാം ഇത് വരുന്നു. നെക്സ്റ്റ് നമുക്ക് ഇന്ന കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ എന്താണ് അതിനൊരു കൺക്ലൂഷൻ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. നെക്സ്റ്റ് എന്ത് ചെയ്യുക, ആ കൺക്ലൂഷൻ വെച്ചിട്ട് നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യുക. ഇത്രയാണ് ഒരു ഗുഡ് ട്രബിൾ ഷൂട്ടർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മളൊരു നല്ലൊരു ട്രബിൾ ഷൂട്ടർ അവൻ്റെ കോമൺ സെൻസ് ഉപയോഗിക്കണം. അതിൻ്റെ കൂടെ തന്നെ സാധാരണയായിട്ട് ഇങ്ങനെ ഒരു പെട്രോൾ എൻജിൻസിൽ വരുന്ന ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ 7 സ്റ്റെപ്സ് കൂടെ അവൻ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ്സ് അവന് ഈസിലി ആയിട്ടും ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഗൈഡ്ലൈൻസ് ഫോർ ട്രബിൾ ഷൂട്ടിംഗ്, കോസസ് ആൻഡ് റെമഡീസ്. ഫസ്റ്റ്, എൻജിൻ നോട്ട് ക്രാങ്കിങ് വിത്ത് സെൽഫ് സ്റ്റാർട്ടർ. തീരെ എൻജിൻ ക്രാങ്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ജസ്റ്റ് സെൽഫ് അടിയുന്നില്ല, സെൽഫ് സ്റ്റാർട്ടർ ഉപയോഗിച്ചിട്ട് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഒരു കണ്ടീഷൻ. കിക്കർ ചവിട്ടി കഴിഞ്ഞാൽ എൻജിൻ സ്റ്റാർട്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ തള്ളിയാൽ സ്റ്റാർട്ടാവുന്നുണ്ട്, എന്ത് ചെയ്യുന്നില്ല, സെൽഫ് സ്റ്റാർട്ടർ ഉപയോഗിച്ച് അഥവാ സെൽഫ് മോട്ടോർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇഗ്നിഷൻ കീ ഉപയോഗിച്ചിട്ട് നമ്മൾ സെൽഫ് സ്റ്റാർട്ടർ വെച്ചിട്ട് ക്രാങ്ക് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇനി കാറിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് സെൽഫ് സ്റ്റാർട്ടർ ഇല്ലെങ്കിൽ വണ്ടി തീരെ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കഴിയില്ല, കിക്കറൊന്നും ഉണ്ടാവില്ല. ബൈക്കിൻ്റെ കേസിലേ അങ്ങനെ വരുള്ളൂ, അത് തള്ളിയിട്ടേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ തീരെ എൻജിൻ നമ്മൾ കീ തിരിച്ചിട്ട് യാതൊരു അനക്കമൊന്നും ഇല്ലെങ്കിൽ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഇഗ്നീഷൻ സ്വിച്ച്. അതിന് ബേസിക്കായിട്ട് ഇഗ്നീഷൻ സ്വിച്ച് കീ കറക്റ്റ് അല്ലേ നോക്കാം, കീ തിരിയുന്നുണ്ടോ, കറക്റ്റ് കീ തിരിയുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. കീന് കുഴപ്പമൊന്നുമില്ല, ഇഗ്നീഷൻ സ്വിച്ചിന് കുഴപ്പമൊന്നുമില്ല. ആ ഇഗ്നീഷൻ സ്വിച്ചിന് ലൂസ് കണക്ഷനോ ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ കീ തന്നെ ലൂസാണ്, ഇഗ്നീഷൻ സ്വിച്ച് നമ്മൾ തിരിക്കുമ്പോൾ അത് പറ്റേ ലൂസാണ്, നമുക്ക് മനസ്സിലായി കീ കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലായാൽ, അഥവാ നമ്മൾ ചാവി അല്ലെങ്കിൽ കീ ഇട്ടിട്ട് തിരിക്കുന്ന ഇഗ്നീഷൻ സ്വിച്ച് അത് കംപ്ലൈൻ്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് വേറെ തിരിക്കുമ്പോൾ വേണ്ട, അത് ചെക്ക് ചെയ്യുക. അത് എന്താണ് സാധാരണയായിട്ട് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുക. അതെന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. അതല്ല ലൂസ് കണക്ഷൻ എന്തോ ആണെങ്കിൽ അത് എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. ഇനി നമ്മൾ ഇഗ്നീഷൻ സ്വിച്ച് ഒന്നും കുഴപ്പമൊന്നുമില്ല, ഇഗ്നീഷൻ സ്വിച്ചിന് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നോക്കേണ്ടത് ഇതിൽ ഇഗ്നീഷൻ ലൈറ്റുകൾ നമ്മൾ ബാറ്ററി ഓക്കെ ആണോ എന്നുള്ളത്, അഥവാ നമ്മൾ ഡാഷ്ബോർഡിൽ എല്ലാ ലൈറ്റുകളും കത്തുന്നുണ്ടോ, ജസ്റ്റ് ഡാഷ്ബോർഡിൽ ലൈറ്റുകളൊക്കെ കത്തുന്നുണ്ട്, ബാറ്ററി ചാർജ് ഉണ്ടോ. ഇനി അമ്മീറ്റർ ഉള്ളതാണെങ്കിൽ അതിൽ, അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ ഉണ്ടാണെങ്കിൽ ബാറ്ററി വോൾട്ടേജ് കാണിക്കുന്നതാണെങ്കിൽ ആ വോൾട്ടേജിൽ കാണിക്കുന്നുണ്ടാവും. നല്ല മോഡേൺ സിസ്റ്റമുള്ള വാഹനങ്ങളാണെങ്കിൽ അതിൽ ഇത്ര വോൾട്ടേജ് ഉണ്ട്, അല്ലെങ്കിൽ വോൾട്ടേജ് കുറവാണെന്നൊക്കെ അതിൽ കാണിക്കും. ഞാൻ അതല്ലെങ്കിൽ ആ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ആ ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ലൈറ്റ്സൊക്കെ വളരെ മങ്ങിയിട്ടാണുള്ളത്, തീരെ കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇഗ്നിഷൻ സ്വിച്ച് തിരിക്കുന്ന സമയത്ത്, കീ തിരിക്കുന്ന സമയത്ത് നമുക്ക് തീരെ ചെറിയ ടപ്പ് സൗണ്ട് മാത്രമേ ഉള്ളൂ.
എൻജിൻ ക്രാങ്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ബാറ്ററി ഡിഫക്റ്റീവാണ്, അല്ലെങ്കിൽ ബാറ്ററിയിൽ ചാർജ് കുറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബാറ്ററി ചെക്ക് ചെയ്യുക. ബാറ്ററീൻ്റെ വയർ എന്തെങ്കിലും ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് വയർ ലൂസ് കണക്റ്റഡ് ആണോ എന്ന് നോക്കുക. ലൂസ് കണക്ഷനൊന്നും ഇല്ലെങ്കിൽ പിന്നെ ബാറ്ററി ചെക്ക് ചെയ്യുക. മറ്റൊരു ബാറ്ററി കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ മറ്റൊരു ബാറ്ററി വന്നിട്ട് ജമ്പ് കേബിൾ ഉപയോഗിച്ചിട്ട് അതുമായി കണക്ട് ചെയ്തിട്ട് മറ്റൊരു ബാറ്ററി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ബാറ്ററി ഫോൾട്ട് ആണെന്ന്. അപ്പോൾ ബാറ്ററി റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ റീചാർജ് ചെയ്യാൻ റീചാർജ് ചെയ്താൽ ശരിയാവും. അഥവാ ബാറ്ററി പറ്റേ ഡൗൺ ആയിട്ടില്ല, ജസ്റ്റ് ബാറ്ററി ടെസ്റ്റർ ഉപയോഗിച്ച് നമ്മൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. പറ്റേ ഒഴിവാക്കാനായിട്ടില്ല, റീചാർജ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ഫുൾ ചാർജ് ചെയ്തിട്ട് ബാറ്ററി കൊണ്ട് നോക്കുക, റീഫിറ്റ് ചെയ്യുക. ഇനി ബാറ്ററി ഒക്കെ ഓക്കെയാണ്, എന്നിട്ടും അത് കറങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നെ ചെക്ക് ചെയ്യേണ്ടത് സെൽഫ് സ്റ്റാർട്ടർ പിനിയൻ ജാമാണോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എൻജിൻ്റെ ഫ്ലൈ വീലുമായിട്ടുള്ള നമ്മൾ സ്റ്റാർട്ടിങ് മോട്ടോറിൻ്റെ കണക്ഷൻ, അഥവാ അവിടെ നമ്മൾ ഫ്ലൈ വീലുമായിട്ട് പിനിയൻ കണക്റ്റഡ് പിനിയനാണ്. നമ്മൾ സ്റ്റാർട്ടിങ് മോട്ടോറിൻ്റെ ബെൻഡിക്സ് ഡ്രൈവിൻ്റെ പിനിയനാണ് ഫ്ലൈ വീല് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ ഫ്ലൈ വീലുമൊക്കെ പിനിയൻ വന്ന് ജാം ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ജാം ആയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു പോർഷൻ നോക്കിയിട്ട് സെൽഫ് സ്റ്റാർട്ടർ പിനിയൻ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്തിട്ട് പറ്റ കംപ്ലൈൻ്റ് ആണ്, അതിൻ്റെ പല്ലുകളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജാം കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയിട്ട് റീഫിറ്റ് ചെയ്യുക. ഇനി അത് തീരെ മോട്ടോർ തന്നെ ക്രാങ്ക് ചെയ്യുന്നില്ല, മോട്ടോറിലേക്ക് കറണ്ട് വരുന്നുണ്ട്, പക്ഷെ മോട്ടോർ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ സ്റ്റാർട്ടിങ് മോട്ടോർ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ചില സമയത്ത് സ്റ്റാർട്ടിങ് മോട്ടോറിൻ്റെ ബ്രഷസ് പോയതായിരിക്കാം, അതല്ലെങ്കിൽ സ്റ്റാർട്ടിങ് മോട്ടോറിൻ്റെ വൈൻഡിങ് തന്നെ പോയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് മോട്ടോർ റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ റിപ്പയർ ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ തീരെ എൻജിൻ ക്രാങ്ക് ചെയ്യാനില്ല, അല്ലെങ്കിൽ നമ്മൾ ഇഗ്നിഷൻ സ്വിച്ച് ആണെങ്കിൽ തീരെ എൻജിൻ ക്രാങ്ക് ചെയ്യാത്തൊരവസ്ഥയിൽ, അഥവാ നമ്മൾ യാതൊരു അനക്കവും എൻജിനില്ല, അഥവാ നമ്മൾ എൻജിൻ തീരെ സെൽഫ് സ്റ്റാർട്ടർ തന്നെ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സെൽഫ് സ്റ്റാർട്ടർ വർക്ക് ചെയ്തിട്ട് അതിലേക്ക് കറണ്ട് ഉണ്ടായിട്ട് പോലും ബാറ്ററി ഒക്കെ ഓക്കെ ആയിട്ടും നമ്മൾ എൻജിൻ തീരെ ഒരു സൗണ്ടൊന്നുമില്ല, ക്രാങ്ക് ചെയ്യുന്നൊന്നും ഇല്ലെങ്കിൽ, റൊട്ടേറ്റ് ചെയ്യുന്നൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതാണ്. ഇനി ചില സമയത്ത് ഇതൊക്കെ ഓക്കെ ആയിട്ട് പിന്നെ എന്നിട്ടും എൻജിൻ ക്രാങ്ക് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റാർട്ടിങ് മോട്ടോർ ഇതൊക്കെ ഓക്കെയാണ്. പിന്നെ ഒരു മെയിൻ കംപ്ലൈൻ്റ് ആണ് വരെ എൻജിൻ സ്റ്റക്കായില്ല. എൻജിൻ തീരെ നമ്മൾ ഓയിലൊക്കെ ഇല്ലാതെ ഓടി, അല്ലെങ്കിൽ വെള്ളം ഇല്ലാതെ ഓടിയിട്ട്, അഥവാ കൂളൻ്റ് ഇല്ലാതെ ഓടിയിട്ട് എൻജിൻ ഓവർ ഹീറ്റായിട്ട് പിസ്റ്റൺ പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻജിൻ ലൂബ്രിക്കേഷൻ ഓയിൽ തീരെ ഇല്ലാതെ പിസ്റ്റൺ പിടിച്ച് സ്റ്റക്കായിരുന്ന എൻജിനാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യില്ല, എങ്ങനെ സ്റ്റാർട്ട് ചെയ്താലും സ്റ്റാർട്ട് ആവില്ല, അല്ലെങ്കിൽ എൻജിൻ ക്രാങ്ക് ആവില്ല, റൊട്ടേറ്റ് ആവില്ല. അപ്പോൾ പിന്നെ എൻജിൻ നമ്മൾ എന്ത് ചെയ്യണം? ഓവറോൾ ചെയ്യാണ് നമ്മളതിനെ വർക്ക്ഷോപ്പിലേക്ക് നമ്മൾ കെട്ടി വലിച്ചു കൊണ്ടുപോയി ടോ ചെയ്ത് കൊണ്ടുപോയി എൻജിൻ റീസെറ്റ് ചെയ്യാൻ അവർക്ക് നിർദ്ദേശം കൊടുക്കണം. എൻജിൻ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഫസ്റ്റ് ബേസിക് ഇൻസ്ട്രക്ഷനിൽ നമ്മൾ കൂളൻ്റ് ഇല്ലെന്ന് നോക്കാം, ഓവർ ഹീറ്റ് ആയിട്ടില്ലെന്ന് അതൊക്കെ നമുക്ക് ഡ്രൈവറോട് ചോദിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വണ്ടി ഓയിൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം, ഓയിൽ ഇല്ലാതെ ഓടി സ്റ്റക്കായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിലാണ് ഇപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിന് ഓയിലൊന്നും ഇല്ലാതെ ഓടിയിട്ടുണ്ട്, വണ്ടി സ്റ്റക്കായി നിന്നതാണ് പറയുകയാണെങ്കിൽ പിന്നെ ഇതൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, എൻജിൻ ഓവർഹോൾ ചെയ്യാൻ പറഞ്ഞാൽ മതി. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എൻജിൻ ടേൺസ് ബട്ട് ഡസ് നോട്ട് സ്റ്റാർട്ട് അറ്റ് ആൾ. എൻജിൻ ക്രാങ്ക് ചെയ്യുന്നുണ്ട്, കറങ്ങുന്നുണ്ട്, ടേൺ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യില്ല, സ്റ്റാർട്ട് ചെയ്യുന്നില്ല. എൻജിനൊക്കെ സ്റ്റാർട്ടിങ് മോട്ടോറിനും പ്രശ്നമില്ല, ബാറ്ററിക്കൊന്നും പ്രശ്നമില്ല, എൻജിൻ ക്രാങ്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, സ്റ്റാർട്ട് ആവുന്നില്ല. ആ ഒരു കണ്ടീഷൻ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് സ്പാർക്ക് പ്ലഗ് ആണ്.
സ്പാർക്ക് പ്ലഗ് അയച്ചിട്ട് നോക്കുക, സ്പാർക്ക് വരുന്നുണ്ടോ. ഇല്ലെങ്കിൽ നമ്മൾ അത് ഫോൾട്ട് അതിൻ്റെ കരിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ വേഗം റീപ്ലേസ് ചെയ്യുക, പുതിയ സ്പാർക്ക് പ്ലഗ് കൊടുക്കുക, സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ പ്രശ്നമല്ല. ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ അടുത്തത് ഇഗ്നീഷ്യൻ കോയിൽ നോക്കുക. ഇഗ്നീഷ്യൻ കോയിൽ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഇഗ്നീഷ്യൻ കോയിൽ കംപ്ലൈൻറ്റ് ആണെങ്കിൽ നമ്മൾ സ്പാർക്ക് പ്ലഗിലേക്ക് തന്നെ കറണ്ട് വരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഡിസ്ട്രിബ്യൂട്ടർ ഓക്കെ ആണ്. ഫസ്റ്റ് സാധാരണ കംപ്ലൈൻറ്റ് വരെ ഇഗ്നീഷ്യൻ കോയിലാണ്. അപ്പോൾ ഇഗ്നീഷ്യൻ കോയിൽ ചെക്ക് ചെയ്യുക. അത് ഇഗ്നീഷ്യൻ കോയിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കണ്ടൻസർ ചെക്ക് ചെയ്യുക. കണ്ടൻസർ പ്രശ്നമുണ്ടോ നോക്കുക. അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ പ്രശ്നം നോക്കുക. അങ്ങനെ ഈ ഇഗ്നീഷ്യൻ സിസ്റ്റം ഓരോന്നോരായി നോക്കുക. അത് ഒക്കെ ഓക്കെയാണ്. എന്നിട്ടും സ്റ്റാർട്ട് ആവുന്നില്ലെങ്കിൽ സ്പാർക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുക, എയർ ഫിൽറ്റർ അയച്ച് നോക്കുക. എയർ ഫിൽറ്റർ ക്ലോഗ് ചെയ്തിട്ടുണ്ടോ, ബ്ലോക്ക് ആയിട്ടുണ്ടോ. ക്ലോഗ് ചെയ്യാൻ തീരെ എയർ കിട്ടാത്ത അവസ്ഥ, അത്രയും എയർ ഫിൽറ്റർ മാറ്റാതെ കൊണ്ടുവന്ന് വെച്ച് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ എയർ എഞ്ചിനക്ക് തീരെ കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ എയർ ഫിൽറ്റർ നോക്കുക. എയർ ഫിൽറ്റർ ക്ലോഗ്ഡ് ആണെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുക. ഇനി നമ്മൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ക്രാങ്ക് ചെയ്യുമ്പോൾ ഫ്യൂവൽ കിട്ടാത്ത പ്രശ്നമാണോ, പെട്രോൾ ലെവൽ ഉണ്ടോ നോക്കുക. പെട്രോൾ ഉണ്ടോ എന്ന് ആൾറെഡി ഫസ്റ്റ് ഇൻസ്പെക്ഷൻ നമ്മൾ നോക്കണം. അപ്പോൾ പെട്രോൾ കുറവാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആൾറെഡി പെട്രോൾ അടിക്കണം. ഇനി പെട്രോൾ ഉണ്ട് പക്ഷെ എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല, അപ്പോൾ നമ്മൾ പെട്രോൾ സപ്ലൈ നോക്കണം, ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ. ഈ കാർബറേറ്ററിലേക്കുള്ള പെട്രോൾ ലൈൻ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഒന്ന് എൻജിൻ ഇഗ്നിഷൻ കീ ഒന്ന് ഓണാക്കി നോക്കുക. അപ്പോൾ പെട്രോൾ വരുന്നുണ്ടോ നോക്കുക. അപ്പോൾ പെട്രോൾ തീരെ വരുന്നില്ലെങ്കിൽ പമ്പിന് പ്രശ്നമാകും. ഫ്യൂൽ പമ്പിന് ക്രാങ്ക് ചെയ്തിട്ട് നമ്മൾ കാർബറേറ്ററിലെ കണക്ഷൻ ഊരിയിട്ട് നമ്മൾ ക്രാങ്ക് ചെയ്ത് നോക്കിയിട്ട് അപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഫ്യൂൽ വരുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഫ്യൂൽ ലൈന് ക്ലോഗ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ പമ്പ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ആ ഫ്യൂൽ പമ്പ് നോക്കുക, അത് റിപ്പയർ ചെയ്യുക, റീസെറ്റ് ചെയ്യുക. അതല്ല ഇനി ഫ്യൂൽ പമ്പ് ഓക്കെയാണ്, ആ പെട്രോൾ കാർബറേറ്റർക്ക് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ നോക്കേണ്ടത് കാർബറേറ്ററാണ്. കാർബറേറ്ററിന് പ്രശ്നമുണ്ടോ നോക്കുക, ചെക്ക് ചെയ്യുക. കാർബറേറ്റർ അയച്ച് ക്ലീൻ ചെയ്യുക, അതിൻ്റെ സർക്യൂട്ടുകളൊക്കെ സെറ്റ് ചെയ്യുക. കാർബറേറ്റർ അയച്ച് ഇടുക, എന്താണ് റിപ്പയർ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇനി ഫ്യൂവലിൻ്റെ പ്രശ്നമാണെങ്കിൽ എൻജിൻ സ്റ്റാർട്ടാവും. ഇനി ഇതൊന്നും ഒക്കെ ഓക്കെ ആണെങ്കിലും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാത്ത അവസ്ഥ വരും. ചിലപ്പോൾ എന്താണ് എന്തെങ്കിലും നമ്മൾ എൻജിൻ റീസെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ടൈമിങ് തെറ്റിയതാവാം, വാൾവ് ടൈമിങ്. അപ്പോൾ നമ്മൾ ടൈമിങ് അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കേണ്ടി വരും. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് പുവർ സ്റ്റാർട്ടിങ് ഓഫ് എൻജിൻ. ജസ്റ്റ് സ്റ്റാർട്ട് ആവുന്നുണ്ട് പക്ഷെ വളരെ പതുക്കെ എന്നാണ്. തീരെ സ്റ്റാർട്ട് ആവുന്നില്ല എന്നല്ല. പ്യുവർ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ കുറേ ക്രാങ്ക് ചെയ്താലേ സ്റ്റാർട്ട് ആവുന്നുള്ളൂ, അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരിക. പ്യുവർ സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വീക്ക് സ്പാർക്ക് പ്ലഗ് ആയിരിക്കാനൊരു കാരണം. സ്പാർക്ക് പ്ലഗ് ചെക്ക് ചെയ്യണം. സ്പാർക്ക് പ്ലഗ് ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ അതിൻ്റെ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും. അതിൻ്റെ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. ഇനി അതല്ലെങ്കിൽ ഇഗ്നിഷൻ കോയിൽ പ്രശ്നമാവും. ഇഗ്നിഷൻ കോയിൽ വോൾട്ടേജ് കുറവായി, ഇഗ്നിഷൻ കോയിൽ കുറച്ച് എന്താണ് പവർ കുറഞ്ഞ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ എന്താണ് അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് കുറവാകും. അതും അല്ലെങ്കിൽ പിന്നെ കാർബറേറ്റർ നമ്മൾ ചെക്ക് ചെയ്യണം. കാർബറേറ്ററിൻ്റെ ഡിഫറെൻറ്റ് സർക്യൂട്ട്സ്. ഈ കാർബറേറ്റർ ഏതെങ്കിലും സർക്യൂട്ടുകൾ ക്ലോഗ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കരടുകൾ അടഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് കാർബറേറ്ററിന് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ക്ലീൻ ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പ്യുവർ സ്റ്റാർട്ടിങ് അഥവാ സ്റ്റാർട്ടിങ് പിന്നെ എന്താണ് വളരെ കൂടുതൽ ക്രാങ്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ ഇത് എന്താണ് കറക്റ്റ് പെട്ടെന്ന് സ്റ്റാർട്ട് ആവുന്നില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ പ്യുവർ സ്റ്റാർട്ടിങ് എന്ന് പറയും. സ്റ്റാർട്ട് ആവുന്നുണ്ട് പക്ഷെ കുറേ ക്രാങ്ക് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ആവുന്നുള്ളൂ. അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്പാർക്ക് പ്ലഗ് ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ, ഇഗ്നിഷൻ കോയിൽ ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ കാർബറേറ്റർ ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഉള്ളത് എൻജിൻ ഓവർ ഹീറ്റ് ആകുന്നുണ്ടോ നോക്കുക. അങ്ങനെയുള്ള ഇതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ചെക്കപ്പ് ആൾ ദി പോസിബിൾ കോസസ് ഓഫ് കൂളിംഗ് സിസ്റ്റം. കൂളിംഗ് സിസ്റ്റം നോക്കുക. കൂളിംഗ് സിസ്റ്റത്തിൽ ഇപ്പോൾ സ്റ്റാർട്ട് ആവുന്നുണ്ട് പക്ഷെ എന്താണ്
ഓവർ ഹീറ്റ് ആകുന്നുണ്ട്, അങ്ങനെ കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ കൂളിംഗ് സിസ്റ്റം നോക്കണം. അഥവാ കൂളൻ്റ് ഉണ്ടോ നോക്കാം. തെർമോസ്റ്റാറ്റ് വാൾവ്, ഇനി കൂളൻ്റൊക്കെ ഉണ്ട്, തെർമോസ്റ്റാറ്റ് വാൾവ് സ്റ്റക്കാണോ നോക്കുക. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ കൂളൻ്റ് പമ്പ്, വാട്ടർ പമ്പ് എന്ന് പറയും, വാട്ടർ പമ്പ് അല്ലെങ്കിൽ കൂളൻ്റ് പമ്പ് എന്ത് ചെയ്യാണ്, കംപ്ലൈൻ്റ് ആണ് നോക്കുക. ഇനി അതൊക്കെ ആണെങ്കിൽ പിന്നെ അതൊക്കെ ഓക്കെയാണ്. വേറെ എന്താണ് പ്യുർ സ്റ്റാർട്ടിങ് വരാൻ കാരണം ഇഗ്നീഷ്യൻ ടൈമിങ് നോക്കുക. നെക്സ്റ്റ് ടാപ്പറ്റ് ക്ലിയറൻസ്. എന്താണ് പ്യുർ സ്റ്റാർട്ടിങ് ആണ്. അഥവാ സ്റ്റാർട്ടിങ് പക്ഷേ ഒരു സ്മൂത്ത് സൗണ്ടൊന്നുമില്ല, ഇങ്ങനെ അടിക്കുന്ന സൗണ്ട് ഉണ്ട്. അല്ലെങ്കിൽ ടാപ്പറ്റ് ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ കറക്റ്റ് സ്റ്റാർട്ടാവില്ല. ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ കംപ്രഷൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ ടാപ്പറ്റ് ക്ലിയറൻസ് ചെക്ക് ചെയ്യുക. ടാപ്പറ്റ് ഓവർ ടൈറ്റ് ആണെങ്കിൽ എന്താണ് എൻജിൻ സ്റ്റാർട്ടാകാൻ ബുദ്ധിമുട്ടാവും. ഇനി അത്ര ലൂസാണെങ്കിൽ സ്റ്റാർട്ടാവും, പക്ഷെ എന്താണ് ഭയങ്കര സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ലൂസാണെങ്കിൽ നമ്മൾ ചെയ്യണം, അത് കറക്റ്റ് ടൈറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഓവർ ടൈറ്റ് ആണെങ്കിൽ ലൂസ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കാർബറേറ്ററിൻ്റെ തന്നെ ഓവർ ഫ്ലഡിങ് ഓഫ് കാർബറേറ്റർ. അത് ഓവറായിട്ട് പെട്രോൾ ഇറങ്ങുകയാണ്, അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. സ്റ്റാർട്ടിങ് ഉണ്ട്, പക്ഷെ ഓവർ പുകയായിട്ട് വരികയാണ്, അല്ലെങ്കിൽ സ്മൂത്ത് വർക്കിംഗ് ഇല്ല, ഓവർ ഫ്ലഡിങ് ഓഫ് കാർബറേറ്ററാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഓവറായിട്ട് ഐഡിലിങ് സമയത്ത് ഭയങ്കര ഓവർ റണ്ണിങ് കൂടുതൽ, റൈസിങ് കൂടുതലാണ്, ഐഡിലിങ് സ്പീഡ് കൂടുതലാണ്, എഞ്ചിൻ RPM വളരെ ഹൈ ആണ്. അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ടാണ്ട് വളരെ RPM കുറവാണ്, ഇങ്ങനെ കുത്തി ഓഫ് ആവുന്ന രീതിയിലാണ്. അപ്പോഴൊക്കെ നമ്മൾ കാർബറേറ്റർ ചെക്ക് ചെയ്യണം. അതുപോലെ ഫ്ലഡിങ് ഓഫ് കാർബറേറ്റർ ഉണ്ടോ നോക്കണം. അതുപോലെ കാർബറേറ്ററിൽ തീരെ എണ്ണ വരുന്നില്ല എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതല്ല കൂടുതലാണ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലോട്ട് ചേമ്പർ ചെക്ക് ചെയ്യണം, നീഡിൽ വാൾവ്, അതിൻ്റെ കാർബറേറ്ററിൻ്റെ, അതുപോലെ ഫ്യൂൽ പ്രഷർ ഇത് ചെക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ കാർബറേറ്റർ ക്ലിയർ ആക്കുക. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് എൻജിൻ സ്റ്റോപ്പ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സ്റ്റാർട്ട്. എൻജിൻ സ്റ്റാർട്ട് ആവുന്നുണ്ട്, പക്ഷെ അപ്പം തന്നെ ഓഫ് ആവുകയാണ്. അതിനുള്ള കാരണം എന്താവാം, ഒന്ന് സ്പാർക്ക് പ്ലഗ് ഡിഫക്റ്റീവ് ആയാലും അങ്ങനെ വരാം. സ്പാർക്ക് കണ്ടിന്യൂസ് ആയി കിട്ടുന്നില്ല, എപ്പോഴെങ്കിലും ചെറുതായിട്ട് കിട്ടുന്നുള്ളൂ, അപ്പോൾ അങ്ങനെ വരാം. അപ്പം നമ്മൾ സ്പാർക്ക് പ്ലഗ് ചേഞ്ച് ചെയ്യാം. ഇനി ബാറ്ററി വീക്കാണോ പറ്റേ ആ ഒരു കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ബാറ്ററി വീക്കാണെങ്കിൽ അത് നമ്മൾ ചെയ്യാം. ഇനി അതിന് വേറെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് ഓഫ് ആവണം. അപ്പോഴും നമ്മൾ ഫ്യൂൽ കറക്റ്റ് കിട്ടാത്താവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കാർബറേറ്റർ ചെക്ക് ചെയ്യുക. ആ ഒരു കണ്ടീഷനിലും കാർബറേറ്ററിൻ്റെ സർക്യൂട്ട് ചെക്ക് ചെയ്യുക. നമ്മൾ ജസ്റ്റ് എപ്പോഴെങ്കിലും എണ്ണ ഉണ്ടാവും, ചെറുതായിട്ട് കിട്ടും, അല്ലെങ്കിൽ കുറേ ക്രാങ്ക് ചെയ്യുമ്പോൾ കുറച്ച് എണ്ണ വരുന്നുള്ളൂ, കുറച്ച് പെട്രോൾ വരുന്നുള്ളൂ. ആ സമയത്തും ചിലപ്പോൾ സ്റ്റാർട്ടാവും, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഓഫ് ആവാം. അങ്ങനെ വരികയാണെങ്കിൽ അപ്പോഴും നമ്മൾ കാർബറേറ്റർ ചെക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വയറിങ് കണക്ഷൻസ്, ഇതിൻ്റെ വയർ കണക്ഷൻസൊക്കെ ലൂസ് കണക്ഷൻ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കണം. എൻജിൻ വയറിങ് കണക്ഷൻസ് എന്തെങ്കിലും ലൂസ് കണക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്യൂസ് ബ്ലോ ആയി കഴിഞ്ഞാൽ അതിൽ എൻജിനുമായി ബന്ധപ്പെട്ട ഫ്യൂസ് ആണെങ്കിൽ, ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള എൻജിൻസ് ആണെങ്കിൽ ഫുള്ള് കാർബറേറ്റഡ് എൻജിൻസ് ആകുമ്പോൾ അത്ര പ്രശ്നം ഉണ്ടാവില്ല. മോഡേൺ എൻജിൻസ് ആണ് മുഴുവൻ ECU വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. അത് ഫുള്ള് ഇഞ്ചക്ഷൻ സിസ്റ്റംസ് ആവും. അപ്പോൾ എവിടെയെങ്കിലും ഒരു ഫ്യൂസ് പോയാൽ തന്നെ സ്റ്റാർട്ടിങ് ചെയ്യാൻ ട്രബിൾ വരും. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സാധാരണ കാർബറേറ്റഡ് ആയിട്ടുള്ള പെട്രോൾ എൻജിൻസാണ്, അതിൻ്റെ കോമൺ കേസസ് ആണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും വയറിങ് കണക്ഷൻസ് ലൂസ് ആയിട്ടുണ്ടോ നോക്കും. നെക്സ്റ്റ് അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മിസ്സിങ് എൻജിൻ ഇൻ ആൾ സ്പീഡ്സ്. വണ്ടി സ്റ്റാർട്ട് ആവുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഒരു മിസ്സിങ് വരികയാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഓഫാവുന്ന പോലെ പിന്നെ ഓഫാവില്ല, പക്ഷെ മിസ്സിങ് നിങ്ങൾക്കറിയാലോ. ആ മിസ്സിങ് വരുന്നതാണ്, കറക്റ്റ് സ്മൂത്ത് വർക്കിംഗ് ഇല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് സ്പാർക്ക് പ്ലഗ് ആണ്. സ്പാർക്ക് പ്ലഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൾട്ടി സിലിണ്ടർ എഞ്ചിനാണെങ്കിൽ
ഏതെങ്കിലും ഒരു സ്പാർക്ക് പ്ലഗിന് പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ 1-2 സ്പാർക്ക് പ്ലഗിന് പ്രശ്നം ഉണ്ടാവാം. ഇപ്പോൾ 4 സിലിണ്ടർ എഞ്ചിനാണ്, 2 സ്പാർക്ക് പ്ലഗ് കുഴപ്പമില്ല, 2 ഫോൾട്ട് ഉള്ളതാണ്, അപ്പോൾ അങ്ങനെ വരാം. അല്ലെങ്കിൽ ഏത് 1 ഫോൾട്ട് ഉള്ളതാണ്, അപ്പോൾ അങ്ങനെ വരുമ്പോഴൊക്കെ മിസ്സിങ് വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ സ്പാർക്ക് പ്ലഗ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഡിഫക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യാം. നെക്സ്റ്റ്, കണക്ഷൻസ് എന്തെങ്കിലും ലൂസായിട്ടുള്ളോ ഡേർട്ടി, ചിലപ്പോൾ ബാറ്ററിയുമായിട്ടുള്ള കണക്ഷൻ ചിലപ്പോൾ ലൂസ് കണക്ഷൻ ആവാം, ചിലപ്പോൾ ഡേർട്ടി. എന്താണ് ബാറ്ററിൻ്റെ മേലെ മറ്റേ ബാറ്ററിയുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ പഠിച്ചപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ബാറ്ററിൻ്റെ മേലെ എന്താണ് ഒരു സിങ്ക് സൾഫേറ്റ് അല്ലെങ്കിൽ ലെഡ് സൾഫേറ്റ് അല്ലെങ്കിൽ അലൂമിനിയം സൾഫേറ്റ്, ഇതുപോലെ ഇതിലുള്ള സൾഫ്യൂരിക് ആസിഡ് ആ കോപ്പർ വയറുമായിട്ടോ ബാറ്ററിയുമായി കണ്ടിട്ടുള്ള ടെർമിനലിലെ കോപ്പർ വയറുമായി റിയാക്ട് ചെയ്തിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ലെഡ് സൾഫേറ്റ് തന്നെ അത് വെള്ളപ്പൊടിയായിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പച്ച കളറിൽ പച്ചതായിട്ടോ ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ അലൂമിനിയം സൾഫേറ്റ് ആയിട്ട് വൈറ്റ്, ഇങ്ങനെ പല ക്രിസ്റ്റൽസുമായിട്ടോ ബാറ്ററിയുമ്പോൾ എന്താണ് നിങ്ങൾ ടെർമിനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ അത് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നത് കാണാം. എന്ന് വെച്ചാൽ അത് എന്താണ് ഈ ഒരു ബാറ്ററി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചാർജിങ് ഡിസ്ചാർജിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ വരുന്ന സൾഫ്യൂരിക് ആസിഡിൻ്റെ ഇത് ഇവാപ്പറേറ്റ് ചെയ്ത് വന്നതൊക്കെ ആ ഒരു ടെർമിനലുമായി റിയാക്ട് ചെയ്തിട്ട് എന്താണ് കോപ്പർ ടെർമിനലാണെങ്കിൽ കോപ്പർ സൾഫേറ്റ്, അല്ലെങ്കിൽ സിങ്ക് ആണെങ്കിൽ സിങ്കല്ല, നമ്മൾ അലുമിനിയം ആണെങ്കിൽ അലൂമിനിയം സൾഫേറ്റ്, ഇതുപോലത്തെ മെറ്റീരിയലായിട്ട് ഇതുപോലെ എന്താണ് അത് കൺവേർട്ട് ചെയ്തിട്ട് അതിന് ക്ലോഗ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ കറക്റ്റ് കറണ്ട് പാസ് ചെയ്യില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്ത് ബാറ്ററിൻ്റെ ആ കണക്ഷനൊക്കെ ക്ലീൻ ചെയ്ത് ക്ലിയർ ആക്കണം, അല്ലെങ്കിൽ മിസ്സിങ് വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, നമ്മൾ ഫ്യൂൽ ടാങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അഥവാ അറിയാതെ വെള്ളം ചേർന്ന് മഴ പെയ്ത് എന്തെങ്കിലും ലീക്കായിട്ടോ എന്തെങ്കിലും ഫ്യൂൽ ടാങ്കിൽ വെള്ളം ചേർന്ന് കഴിഞ്ഞാൽ, അഥവാ പെട്രോളിൽ വെള്ളം ചേർന്ന് കഴിഞ്ഞാൽ മിസ്സിങ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പെട്രോൾ ടാങ്ക് അയച്ച് എന്ത് ചെയ്യണം, പെട്രോളൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് നമ്മൾ, അതുപോലെ തന്നെ കാർബറേറ്ററും ചെക്ക് ചെയ്യണം. ആ കാർബറേറ്ററിൽ ആ വെള്ളം വന്നിട്ടുണ്ട്, അപ്പോൾ കാർബറേറ്ററും എന്ത് ചെയ്യണം, അതിൻ്റെ ഫ്ലോട്ട് ചേമ്പറൊക്കെ റിമൂവ് ചെയ്ത് അത് ഫ്യൂലൊക്കെ ഒഴിവാക്കി ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടാൽ ആ മിസ്സിങ് ശരിയാവും. അപ്പോൾ എൻജിൻ സ്റ്റാർട്ട് ആവേണ്ട മിസ്സിങ് ഉള്ള കണ്ടീഷൻസാണ് പറയുന്നത്. ഇനി അതൊന്നും അല്ലെങ്കിൽ പിന്നെ നമ്മൾ എയർ ഫിൽറ്റർ നോക്കുക. എയർ ഫിൽറ്റർ ക്ലോഗ്ഡ് ആണ്, എയർ ഫിൽറ്റർ ആകെ ചളി വന്ന് അടഞ്ഞിട്ടുണ്ട്, പൊടിയൊക്കെ വന്ന് അടഞ്ഞിട്ടുണ്ട്, കുറേ ദൂരം മാറ്റിയിട്ടില്ല, കുറേ ആയിട്ട് മാറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ എയർ ഫിൽറ്റർ ജസ്റ്റ് എയർ അടിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടാൽ മതിയെങ്കിൽ എയർ അടിച്ച് ക്ലീൻ ചെയ്തിടുക. ഇനി അതല്ലെങ്കിൽ സാധാരണ കോമൺ ആയിട്ട് ചെയ്യുന്നത് പോലെ, ഇപ്പോൾ അടുത്ത് മാറ്റിയതാണ് എന്നിട്ടും എയർ ചളിയൊക്കെ വന്നു കൂടിയതാണ്, ജസ്റ്റ് നമ്മൾ എയർ അടിച്ച് ക്ലീൻ ചെയ്യുക. എന്താണ് കുറേ കാലമായിട്ട് മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ എയർ ഫിൽറ്റർ നമ്മൾ മാറ്റണം. നെക്സ്റ്റ്, അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് മിസ്സിങ് ഇൻ എൻജിൻ ഐഡ്ലിംഗ് സ്പീഡ് ഓൺലി. എൻജിൻ ഐഡ്ലിംഗ് ചെയ്യുന്ന സമയത്ത് മാത്രം മിസ്സിങ്. സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഐഡ്ലിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിടുക, ആ ഒരു എന്താണ് കണ്ടീഷനിൽ മാത്രം മിസ്സിങ് വരുന്നത്. എന്താ സാധാരണ നോർമൽ റണ്ണിങ്ങിൽ കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ നോക്കേണ്ടത് മിസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റ്സ്. കോണ്ടാക്ട് ബ്രേക്കർ പോയിൻ്റ് ഗ്യാപ്പ് നോക്കുക, അത് മിസ് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യുക. അതുപോലെ ഇഗ്നീഷ്യൻ കോയിൽ കംപ്ലൈൻറ്റ് നോക്കുക, ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. കണ്ടൻസർ വീക്കാണ്, അഥവാ ഇഗ്നീഷ്യൻ സിസ്റ്റത്തിലെ കണ്ടൻസർ വീക്കാണെങ്കിൽ അത് എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. ഇനി ചില സമയത്ത് സ്പാർക്ക് പ്ലഗ് ഡിഫക്റ്റീവ് ആണെങ്കിലും അങ്ങനെ വരും, അല്ലെങ്കിൽ സ്പാർക്ക് പ്ലഗ് എന്ത് ചെയ്യുക, ഡിഫക്റ്റീവ് ആണെങ്കിൽ റീപ്ലേസ് ചെയ്യുക. ഇങ്ങനെ എന്താണ് ഐഡ്ലിങ്ങിൽ മാത്രം മിസ്സിങ് വരുന്ന കണ്ടീഷൻസ്.
അപ്പോൾ അതിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ്, ഹൈ ഫ്യൂൽ കൺസംഷൻ. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്താണ്, പെട്രോൾ കൂടുതൽ ചിലവാകുന്നുണ്ട്, ഫ്യൂൽ വല്ലാതെ ചിലവാകുന്നുണ്ട്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് CB പോയിന്റ്, കോണ്ടാക്ട് പോയിന്റ് മിസ് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നാൽ വരും. അതെന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റ്സ് കറക്റ്റ് ടൈമിങ്ങിൽ ഓപ്പൺ ചെയ്താൽ മാത്രമേ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എണ്ണ ഇങ്ങനെ ഇറങ്ങും, പക്ഷെ എന്ത് ചെയ്യില്ല, സ്പാർക്ക് കൊടുക്കില്ല. എയർ ഫ്യൂൽ മിക്സർ ഇങ്ങനെ വരും, പക്ഷെ കറക്റ്റ് ടൈമിൽ സ്പാർക്ക് കൊടുത്തില്ലെങ്കിൽ എന്താ, വെറുതെ പെട്രോൾ കുറേ ചിലവാകും, എൻജിൻ എന്ത് ചെയ്യില്ല, എൻജിൻ വർക്ക് ചെയ്യും, പക്ഷേ എൻജിൻ കുറച്ച് ടൈമിങ്ങിൽ ചെറിയ വ്യത്യാസമുള്ളൂ. പക്ഷെ എന്താണ് അവിടെ ഹൈ RPM വർക്ക് ചെയ്യുന്ന എൻജിനാകുമ്പോൾ അവിടെ ചെറിയ ടൈമിൽ വ്യത്യാസം വന്നാൽ തന്നെ നമ്മൾ എയർ ഫ്യൂൽ മിക്സ്ചർ മുഴുവൻ കത്താത്തൊരവസ്ഥ വരും. അപ്പോൾ വെറുതെ പെട്രോള് ചിലവാകും. നെക്സ്റ്റ്, മിസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് എയർ ഗ്യാപ്പ് ഇൻ സ്പാർക്ക് പ്ലഗ് ഓർ ഡിഫക്റ്റീവ് സ്പാർക്ക് പ്ലഗ് പ്രശ്നം. സ്പാർക്ക് പ്ലഗിൻ്റെ ഗ്യാപ്പ് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രശ്നമാണെങ്കിൽ സ്പാർക്കിൻ്റെ സ്ട്രെങ്ത്ത് പോരാ, ചെറിയ സ്പാർക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യില്ല, കറക്റ്റ് ഫ്യൂൽ കത്തൂല, ഓവറായിട്ട് പെട്രോള് എയർ ഫ്യൂൽ മിക്സ്ചർ എന്താണ് ചിലവാകും. അപ്പോൾ സ്പാർക്ക് പ്ലഗ് പ്രശ്നമാണെങ്കിൽ അത് ഗ്യാപ്പ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാമെങ്കിൽ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാം. നെക്സ്റ്റ്, ഇഗ്നീഷൻ ടൈമിങ് ടു അഡ്വാൻസ് ആണോ അല്ലെങ്കിൽ റിട്ടാർഡ് ആണോ എന്ന് നോക്കുക. ഇഗ്നീഷൻ ടൈമിങ് തെറ്റിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ കൂടുതൽ റിട്ടാർഡ് ആണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ്, ഡിസ്ട്രിബ്യൂട്ടർ ചെക്ക് ചെയ്യുക. ഡിസ്ട്രിബ്യൂട്ടർ പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ കോണ്ടാക്ട് പോയിൻറ്റ്സ് ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. നെക്സ്റ്റ്, ബൈൻഡിങ് ഓഫ് ബ്രേക്ക്. ഇതുമായി ബന്ധപ്പെട്ടതല്ലാത്ത കാരണം ബ്രേക്ക് ജാമാണ്. അപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതും എന്താണ്, ഫ്യൂൽ കൺസംഷൻ കൂടാൻ കാരണമാണ്. അല്ലെങ്കിൽ എയർ ഫിൽട്ടർ ബ്ലോക്കാണ്, അപ്പോഴും എയർ തീരെ എയർ കുറച്ച് വരുന്നുള്ളൂ, അപ്പോഴും എന്ത് ചെയ്യും, കൂടുതൽ പെട്രോൾ ഇറങ്ങും. നെക്സ്റ്റ്, ക്ലച്ച് സ്ലിപ്പിംഗ്. ക്ലച്ച് എന്ത് ചെയ്യാണ്, സ്ലിപ്പായി പോകുന്നുണ്ട്. എൻജിനൊന്നും കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ ക്ലച്ച് എന്താണ്, പ്രത്യേകിച്ച് കാറ്റങ്ങളൊക്കെ എത്തുമ്പോൾ എൻജിൻ ഇങ്ങനെ റൈസ് ആകും, പക്ഷെ വണ്ടി നീങ്ങില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ക്ലച്ച് സ്ലിപ്പേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഹൈ ഫ്യൂൽ കൺസംഷൻ വരാം. നെക്സ്റ്റ്, അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് പുവർ ആക്സിലറേഷൻ ഓർ എൻജിൻ ഡസ് നോട്ട് പിക്കപ്പ് സ്പീഡ്. ഫ്യൂൽ കൺസംഷൻ കൂടുതലൊന്നുമില്ല, എൻജിൻ സ്റ്റാർട്ടിങ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ എന്താണ്, തീരെ പിക്കപ്പ് കിട്ടുന്നില്ല, വണ്ടി തീരെ നീങ്ങുന്നില്ല, ആക്സിലറേഷൻ തീരില്ല, പിക്കപ്പ് ഇല്ല, തീരെ വലിയുന്നില്ല കാറ്റങ്ങളിലൊന്നും. ഇഗ്നീഷൻ ടൈമിങ് ടു റിട്ടാർഡ് ആയി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരാം. അപ്പോൾ അത് ചെക്ക് ചെയ്യാം. സ്പാർക്ക് പ്ലഗിന് എയർ ഗ്യാപ്പ് പ്രശ്നമാണ്, സ്പാർക്കിൻ്റെ സ്ട്രെങ്ത് ഇല്ലെങ്കിലും പ്രശ്നം വരാം. കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റ്സ് പ്രശ്നം ഉണ്ടെങ്കിലും പ്രശ്നം വരാം. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക. ഇനി ത്രോട്ടിൽ ലിങ്കേജ്, ആക്സിലറേറ്റർ ക്യാബിൾ അല്ലെങ്കിൽ ആക്സിലറേറ്റർ പെഡൽ. ആക്സിലറേറ്റർ ക്യാബിൾ പ്രശ്നമാണെങ്കിലും വരാം, അല്ലെങ്കിൽ ആക്സിലറേറ്റർ എന്താണ് നമ്മൾ കാർബറേറ്ററിൻ്റെ അകത്തുള്ള ആ ത്രോട്ടിൽ ലിങ്കേജ്, അതിലേക്ക് കണക്ട് ചെയ്തില്ല ലിങ്കേജ്, അഥവാ നമ്മൾ ആക്സിലറേറ്റർ കേബിൾ എന്ന് പറയും, അത് സ്റ്റിക്കി എന്ന് പറഞ്ഞാൽ എന്താണ് ബ്ലോക്കാണ്, അഥവാ അത് എന്താണ് തുരുമ്പൊക്കെ പിടിച്ച് എന്താണ് തീരെ അത് കേബിൾ ടൈറ്റാണ്, ഓവർ ടൈറ്റൊക്കെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അതൊന്ന് റീപ്ലേസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ റൂബ്രിക്കേറ്റ് ചെയ്തിടുക, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ പിന്നെ നമ്മൾ കാർബറേറ്റർ ചെക്ക് ചെയ്യുക, അതിൽ ആക്സിലറേറ്റർ പമ്പ് സർക്യൂട്ട് ചെക്ക് ചെയ്യുക. കാർബറേറ്റർ പ്രശ്നമെങ്കിൽ വരില്ല. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എയർ ഫിൽട്ടർ ഇതിൻ്റെ കൂടെ ചെക്ക് ചെയ്യണം. എയർ ഫിൽട്ടർ ബ്ലോക്ക് ആണെങ്കിലും പിക്കപ്പ് കുറയും. നെക്സ്റ്റ്, അല്ലെങ്കിൽ ഫ്ലോട്ട് വാൾവ് ലീക്കി ആയിട്ടുള്ളതാണ്
പ്രശ്നമാണ് എങ്കിൽ അപ്പോഴും എന്താണ് ഈ ഒരു പ്യുവർ ആക്സലറേഷൻ അല്ലെങ്കിൽ എഞ്ചിൻ പിക്കപ്പ് സ്പീഡ് എന്നുള്ള തീരെ പിക്കപ്പ് കിട്ടാത്തൊരവസ്ഥ വരാം. ഇനി ഇതല്ലാതെ നമ്മൾ പറയാം, നമ്മൾ ക്ലച്ച് ചെക്ക് ചെയ്യണം. ക്ലച്ച് സ്ലിപ്പേജ് ഉണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ആക്സലറേറ്റ് ചെയ്ത ജസ്റ്റ് എൻജിൻ ആക്സലറേറ്റ് ചെയ്യും, പക്ഷെ എന്താണ് വണ്ടി സ്പീഡ് പിക്കപ്പ് ചെയ്യില്ല. അപ്പോൾ എൻജിൻ ആക്സലറേറ്റ് ചെയ്യും പക്ഷെ വണ്ടി നീങ്ങില്ല, ആ അവസ്ഥ വരും. പ്യുവർ ആക്സലറേഷൻ എന്ന് പറയാൻ പറ്റില്ല. എൻജിൻ ആക്സലറേറ്റ് ചെയ്യും, സ്പീഡ് ചെയ്യും, പക്ഷെ വണ്ടി എന്ത് ചെയ്യില്ല, വണ്ടി ആക്സലറേറ്റ് ചെയ്യില്ല. ആ ഒരു കണ്ടീഷൻ, വണ്ടി സ്പീഡ് പിക്കപ്പ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ക്ലച്ച് ചെക്ക് ചെയ്യണം. ഇനി തീരെ എന്താണ് ഇതൊന്നും കുഴപ്പമില്ലെങ്കിൽ പിന്നെ എയർ ഫിൽറ്ററൊക്കെ ഓക്കെയാണ്. പിന്നെ എന്താണ് എൻജിൻ ഹെഡ് വാൾവുകൾ ഇതൊക്കെ ഓവറായിട്ട് കാർബൺ ഡെപ്പോസിറ്റ്സ് അടങ്ങിക്കഴിഞ്ഞാലും നമ്മൾ എൻജിൻ്റെ പിക്കപ്പ് കുറയും, കുറേ ഓടിക്കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ആ വണ്ടി നമ്മൾ പഴയ കാലത്താണെങ്കിൽ അത് എൻജിൻ അയച്ചിട്ട് ഡീകാർബണൈസ് ചെയ്തിരുന്നു. അപ്പോൾ എൻജിൻ അയച്ച് ഹെഡ് അയച്ച് ക്ലീൻ ചെയ്തിട്ട്. പക്ഷെ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി നമുക്ക് ഡീകാർബണൈസിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് അത് ഈസിലി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അഥവാ നമ്മൾ വാൾവ് ഹെഡുകൾ, അതുപോലെ തന്നെ കമ്പഷൻ ചേമ്പർ, ഇനി ടർബോ ചാർജ്ഡ് എൻജിൻസ് ആണെങ്കിൽ ടർബോ ചാർജ്, അതുപോലെ തന്നെ നമ്മൾ ത്രോട്ടിൽ ബോഡി ഇവിടെയൊക്കെയുള്ള കാർബൺ ഡെപ്പോസിറ്റ്, എയർ പാസേജുകൾ ഓവറായിട്ട് കാർബൺ ഡെപ്പോസിറ്റ് നിറഞ്ഞു കഴിഞ്ഞാലും എൻജിൻ്റെ പിക്കപ്പ് സ്പീഡ്, അത് കുറേ പഴക്കം കൂടുന്നതിനനുസരിച്ച് എൻജിൻ്റെ പിക്കപ്പ് കുറഞ്ഞു വരും. അപ്പോൾ നമ്മളത് ത്രോട്ടിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ, അതുപോലെ തന്നെ മോഡേൺ ആയിട്ടുള്ള എൻജിൻസിൻ്റെ കേസിലാണ് കൂടുതൽ ത്രോട്ടിൽ ബോഡിയൊക്കെ വരുന്നത്. ഇപ്പോൾ കാർബറേറ്റഡ് എൻജിൻസ് അല്ലാത്ത കേസിലാണ് പറയുന്നത്. ഇനി മോഡേൺ ആയിട്ടുള്ള എൻജിൻസിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഇതിനൊക്കെ പുറമെ ഇപ്പോൾ കാർബറേറ്റർ ഉണ്ടാവില്ല, നമ്മളൊരു മറ്റൊരു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. അതിന് സെൻസറുകളാണ് നിങ്ങൾ പഠിക്കുന്നുണ്ടാവുള്ളൂ. അതിന് ത്രോട്ടിൽ ബോഡി ഇഞ്ചക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ MPFI ആണെങ്കിലും അതിന് സെൻസേഴ്സും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസേഴ്സൊക്കെ നിങ്ങൾ പഠിക്കുന്നേ ഉള്ളൂ. ആ ഒരു ടൈപ്പ് ഇതിനെക്കുറിച്ച് നിങ്ങൾ അഡ്വാൻസ്ഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിൽ പഠിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ കാർബറേറ്റർ എൻജിൻസിന് എങ്ങനെ ട്രബിൾ ഷൂട്ട് ചെയ്യാമെന്നുള്ളതാണ് പഠിച്ചത്. ഓക്കെ, താങ്ക്സ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ്, ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. അതോടെ നമ്മളെ പെട്രോൾ എൻജിൻ സർവീസ് ലാബ് ആൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആയി.